ഗോവ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു കിക്ക് ചിലർക്ക് കിട്ടാറുണ്ട്. സെലിബ്രേഷൻ ടൈംസ്, എസ്പെഷ്യലി ന്യൂ ഇയർ ഈവ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നൊരു ഡെസ്റ്റിനേഷനാണ് ഗോവ എന്ന് പറയുന്നത്. ഗോവയിൽ പോവുക, അടിച്ചു പൊളിക്കുക, പാർട്ടി അറ്റൻഡ് ചെയ്യുക, ആ ഒരു വൈബ്. സഞ്ജയ് സന്തോഷ് എന്ന് പറഞ്ഞ ഒരു 19 വയസ്സുള്ള പയ്യൻ, ഓക്കെ, NYE 2023-24 നൈറ്റ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് പയ്യൻ മരിച്ചു. 4-ാം തീയതി ജാനുവരി വെഗട്ടർ ലേക്കിനടുത്ത് ഗോവയിൽ ഈ പയ്യൻ്റെ ബോഡി കിട്ടുകയാണ്. അപ്പോൾ ഇത് ചുറ്റിപ്പറ്റി ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പോസ്റ്റുകൾ വരുന്നു. ഞാൻ ഫസ്റ്റ് ഈ ഒരു ന്യൂസ് എനിക്ക് തോന്നുന്നത് പയ്യനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടത്. ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. കോട്ടയം വൈക്കത്ത് നിന്ന് ഗോവയിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയ 19-കാരനെ കാണാതായി. കുലശേഖരമംഗലം സ്വദേശി സഞ്ജയെയാണ് കാണാതായത്. 2 സുഹൃത്തുക്കൾക്കൊപ്പം ഡിസംബർ 29-നാണ് സഞ്ജയ് ഗോവയിലേക്ക് പോയത്. പിറ്റേന്ന് ഗോവയിലെത്തി പുതുവത്സരാഘോഷങ്ങളിൽ പങ്കെടുത്തു. പുലർച്ചെ 3:30-യോടെ സഞ്ജയെ കാണാതാവുകയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ഗോവ പോലീസ് അന്വേഷണം തുടങ്ങി. യുവാവിന്റെ ബന്ധുക്കൾ ഗോവയിലേക്ക് തിരിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് പയ്യനെ കാണാനില്ല, ഗോവയിൽ ന്യൂ ഇയർ പാർട്ടിക്ക് പോയ പയ്യനെ കാണാനില്ല. ലേറ്റർ ഓൺ ന്യൂസ് വരികയാണ്, ഈ പയ്യൻ്റെ ബോഡി കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ ഒരുപാട് ഡൗട്ട്സ് വരുമല്ലോ. ഈ പയ്യൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടോ. അവിടെ ഈ അതോരോ ടീമെടുത്ത് ടീമല്ല നടത്തുന്ന പരിപാടി. അവർ താൽക്കാലികമായിട്ട് സൈറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് 2,700 എടുത്ത് ബുക്ക് ചെയ്തിട്ട് ഇവർ അകത്ത് കയറണം. അവന്മാർ കാണിക്കുന്ന പോക്കിത്തരങ്ങൾ അറിയാണ്ടിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ചെന്ന് പെട്ടുപോയി. ഇത് ആരും ചോദിക്കാൻ പറയാൻ ആരുമല്ല അവിടെ ഇല്ല. അവിടെ ഗോവ ചെല്ലുന്നവർക്കുള്ള അവസ്ഥ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചവിട്ടി കൂട്ടിക്കളയും. അവിടെ ചെന്ന് സംഭവിച്ചത് അവിടെ ഈ ബൗൺസർമാർ ഇവർ ഈ ഫംഗ്ഷൻ നടത്തിയിട്ട് സെക്യൂരിറ്റി ഗാർഡ്സ് ചെയ്ത പരിപാടി അത് അവരാണ് ചെയ്തേക്കുന്നത്. അവർ ചവിട്ടി കൂട്ടി എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞിട്ട് കടലിട്ട് കളഞ്ഞു. പൈസ എടുത്ത് മൊബൈൽ എടുത്തിട്ട് കടലിട്ട് കളഞ്ഞാലും ഇത് ആരാ എന്തെന്ന് നമുക്കറിയില്ല. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് അന്വേഷിച്ചിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ. ഏത് ഗ്രൂപ്പാണ് ചെയ്തത്, ഏത് സൈറ്റാണ്, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് ഗോവയ്ക്ക് ചെല്ലുന്നു. ഞാൻ ഗോവ വഴി പോകുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ ചെല്ലുന്നത്. ഇതെങ്ങനെയാലും നമുക്ക് കണ്ടുപിടിക്കും ഇത് ആരാണ് ചെയ്തത്. ഈ കുഞ്ഞിനെ അപകടപ്പെടുത്തി ആരാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കണ്ടുപിടിക്കണം. അത് നമ്മൾ എന്തെങ്കിലും സ്ട്രോങ്, അത് നമുക്കായിട്ടുള്ള ഫോഴ്സോ മറ്റോ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. എങ്ങനെ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. എങ്ങനെയെങ്കിലും സഹായിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഇത് കണ്ടുപിടിക്കണം ആരെ എന്ന് ഇനിയൊരു കുഞ്ഞിനുണ്ടാകാൻ പാടില്ല. ഇങ്ങനെ അങ്ങനെ ഒരു ആഘോഷിക്കുന്നതിന് അടിച്ചു കൊല്ലേണ്ട കാര്യമുണ്ടോ? അത് എന്തിനു കൊന്നു, എന്തിനാ കൊല്ലാൻ പോയത്? ഓക്കെ, ഇപ്പോൾ പലരും കമൻറ്റ് ബോക്സിൽ വരും 19 വയസ്സുള്ള പയ്യനെ എന്തിനീ അച്ഛൻ പാർട്ടിക്ക് വിട്ടു, അത് ഗോവയിൽ വിട്ടു, ഒറ്റയ്ക്ക് വിട്ടു, അങ്ങനെയൊക്കെ ചോദ്യം വരും. ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഗോവ വരെ പോകണമെന്നൊക്കെ ചോദിക്കും. ഈ 19 വയസ്സുള്ളൊരു പയ്യൻ, അവൻ ഗോവയിൽ പോയി അടിച്ചു പൊളിക്കണം എന്നുള്ള പാരൻസ് വിട്ടു, അവനിങ്ങനെ സംഭവിച്ചു. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് മാറ്റർ. നിങ്ങളെന്തോ പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോകും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അടിച്ചു കൊല്ലാൻ പാടും ഒരാളെ. ഓക്കെ, അടിച്ചു കൊല്ലുന്നത് അത് നിങ്ങൾ എന്താണതിന് നിങ്ങൾക്ക് അപ്പോൾ പോയത് കൊണ്ട് നിങ്ങൾ അടിച്ചു കൊല്ലാന്ന്. നിങ്ങളെ കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റ്സ് ഞാൻ ഇപ്പോഴേ ഗസ് ചെയ്യാണ്. കാരണം അങ്ങനെ കമൻറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോവയിൽ പാർട്ടിക്ക് പോയ പയ്യൻ്റെ വിഷ്വൽസ് ഉണ്ട്. പാർട്ടിക്ക് പോയ പയ്യൻ സൗണ്ട് ബോക്സിൻ്റെ മുകളിൽ കയറിയത് കണ്ട ആളുകളുണ്ട്. അതിൻ്റെ വിഷ്വൽ ഇവിടെ ഉണ്ട്. എന്നെ വിളിച്ച ഒരാൾ പറഞ്ഞു DJ ബോക്സിൻ്റെ ലൈൻ ഇവൻ വലിച്ചൂരിയത് അവർ കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ പയ്യനെ ബൗൺസേഴ്സ് കൊണ്ടുപോയതും കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ പയ്യൻ ആരും കണ്ടിട്ടില്ല. വിഷ്വൽ ഇവിടെ ഉണ്ട്, ഒരു ചെറിയ വിഷ്വൽ ഉണ്ട് ഇവൻ സൗണ്ട് ബോക്സിൻ്റെ മുകളിൽ കയറി കളിക്കുന്നത്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കമൻസ് കാണാൻ പറ്റും. ഐ സോ ദാറ്റ് സീൻസ് ദി ബൗൺസേഴ്സ് ഹിറ്റ് ദാറ്റ് ബോയ്. ബൗൺസർ ഇടിക്കുന്നതായിട്ട് കണ്ട ആളുകളുണ്ട്. He was right in front of me and my boyfriend's brother. Bouncers came and threw him down from the stage and he left for washroom and he never came back. അതായത് ഈ പയ്യനെ ബൗൺസേഴ്സ് ഇടിച്ചിട്ട് താഴെ ഇട്ടിട്ട് പയ്യൻ വാഷ്റൂമിൽ പോയതിനു ശേഷം പിന്നെ തിരിച്ചു വന്നില്ല എന്നും പറയുന്നവരുണ്ട്. അപ്പോൾ പയ്യനവിടെ കണ്ടു, പയ്യനവിടെ സൗണ്ട് ബോക്സിൻ്റെ മുകളിൽ കയറി, അവിടെ നിന്ന് അപ്പോൾ ബൗൺസേഴ്സ് ഈ പയ്യനെ പൊക്കി. അതുവരെ കണ്ട എല്ലാവരും അത് കണ്ടിട്ടുണ്ട്, തല്ലുന്നതും കണ്ട ആളുകളുണ്ട്. ഇത് ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് മെസ്സേജോ പോസ്റ്റോ കമൻറ്റോ ഇട്ട് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ത്രട്ടൺ ചെയ്യാനും കുറച്ച് കുറച്ച് കൈൻഡ് ഓഫ് ഗുൺസ് ഉണ്ട്, ആളുകൾ നടക്കുന്നുണ്ട്. ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റ് ഞാൻ വേറെയും ഇവിടെ കാണിക്കുകയാണ്. ദിസ് ഈസ് നോട്ട് ദെയർ ഫസ്റ്റ് ടൈം. സിമിലർ ഇൻസിഡൻസ് ഹാസ് ഹാപ്പൻഡ് ബൈ ദി ബൗൺസേഴ്സ് ആൻഡ് പാർട്ടീസ് അറേഞ്ച്ഡ് ബൈ
പ്രയാൽ റെക്കോർഡ്സ് ഇൻ ഡ്രീം ബീച്ചിലാണ് കേട്ടോ അത് നടന്നത്. They beat people to death and claim that it is an overdose. This is not at all acceptable. This time for the change. Whoever behind this unforgivable cruelty should be punished. This is Citron's party and you can't expect people to be normal. Okay, Citrans ആണ്. സോ ഓർഗനൈസേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻ മോശമാണ്. അങ്ങനെയൊക്കെ ലൈക്ക് വയലൻസിലാണ് ഇവർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് പേര്. അതായത് ഇത് ഫസ്റ്റ് കാര്യമല്ല, പയ്യന് സംഭവിച്ചതുപോലെ പലർക്കും 7 ഇൻസിഡൻസ് ഒക്കെ ചിലർ കോട്ട് ചെയ്യുന്നുണ്ട്, 7 പ്രാവശ്യം. ആൻഡ് ഇങ്ങനെ നടക്കുന്നതൊക്കെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഭാഗമായിട്ട്. ഇപ്പം ഞാൻ കുറേ മുമ്പ് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചില സ്ഥാപനങ്ങളുടെ കല്ലിടൽ കഴിഞ്ഞ് ചില സ്ഥാപനങ്ങളുടെ എന്താ പറയുക ബിൽഡിങ്ങുകൾ പൊന്തുമ്പോൾ അവിടുന്ന് ആളുകൾ വീണ് മരിച്ചു, പാവം തൊഴിലാളികൾ വീണ് മരിച്ചു എന്നൊക്കെ കേൾക്കുന്നത് ചിലരുടെ ചിന്താഗതിയാണ്. ആ സ്ഥാപനം അല്ലെങ്കിൽ ആ സൈറ്റ് അടിപൊളിയാവാൻ വേണ്ടിയിട്ട്, ആ ബിൽഡിംഗ് അടിപൊളിയാവാൻ വേണ്ടിയിട്ട് മനുഷ്യക്കുരുതി. ഈ ഗോവയിലെ ചില ആളുകളുണ്ട് ഇപ്പോഴും, ഓക്കെ, ചില ഏരിയാസിൽ ഇത് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പാർട്ടിയുടെ ഭാഗമായിട്ട് ഇതേപോലെ പാർട്ടീസ് വെച്ച് അതിനെക്കുറിച്ച് ഇനി കൂടുതൽ എന്തായാലും ഞാനിപ്പോൾ എറിഞ്ഞിടുന്നില്ല. ഓക്കെ, കുറച്ചും കൂടി അറിയേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ചിട്ട്. എന്താണെങ്കിൽ നോക്കാം. എന്താണ് ഈ പയ്യൻ്റെ റിപ്പോർട്ട്സ് വന്ന സമയത്ത് പയ്യന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട് ദേഹത്ത്. വെള്ളത്തിൽ വീണ് മരിച്ചു എന്നുള്ളതല്ല, വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് ഈ പയ്യന് അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. സോ മർദ്ദിച്ച് പയ്യനെ ഉപേക്ഷിച്ച് അങ്ങനെ ബോഡി കിട്ടിയതാണോ അന്വേഷിക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഗോവ അങ്ങനത്തെ ഡെസ്റ്റിനേഷൻസിൽ പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർ പാർട്ടിക്കൊപ്പം ഓണാവും. ഒരു മനുഷ്യൻ പാർട്ടി തുള്ളലും ഓണായി കഴിയുമ്പോൾ ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ? അത് വേണമല്ലോ. അല്ലാതെ ഒരുമാതിരി അധോലോകം സെറ്റപ്പിൽ ഇതെല്ലാം ഞങ്ങൾ പാർട്ടി വയ്ക്കും, നിങ്ങൾ വാ, പക്ഷെ നമ്മൾ പറയുന്ന ടേംസിൽ അടിച്ചു പൊളിക്കും, ഇല്ലെങ്കിൽ തല്ലിക്കൊല്ലും. അത് ഭയങ്കര മോശമല്ലേ? ഓക്കെ, കുറേ ബോയ്ക്കോട്ട് ഇത് വരുന്നുണ്ട്. ആൻഡ് ബൈ ദ വേ ഞാനിവിടെ 2 പ്രൊഫൈൽസ് വയ്ക്കാം. ഒന്ന് ഈ പാർട്ടി ഹോസ്റ്റ് ചെയ്ത ടീമും ഒന്ന് ഈ NY ഗോവയുടെ ഫൗണ്ടറുമാണ്. ഈ 2 പേരാണ്. ഇവരുടെ 2 പേർക്കും ഒരുപാട് മെൻഷൻ പോകുന്നുണ്ട്, ഒരുപാട് പേര് വരെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. പക്ഷേ ഒരു ഗുണ്ടാ സെറ്റപ്പിലാണ് പരിപാടികൾ ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോഴും. ഓക്കെ, എന്താണെങ്കിലും കേരളത്തിൽ നിന്ന് നമ്മുടെ കേരള പോലീസ് പോയി അന്വേഷിക്കുമോ അതോ ഗോവ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുമോ? ഗോവ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറേ കേസുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. കാരണം ഗോവ ഈ പറഞ്ഞ എന്താ പറയുക സെലിബ്രേഷൻസ് ഈവുകളൊക്കെ ചുറ്റിപ്പറ്റി കുറേ മരണങ്ങൾ ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട്. അതിലൊന്നും പ്രത്യേകിച്ചൊരു തുമ്പ് ഉണ്ടായിട്ടില്ല. എന്ത് ഫോറിനേഴ്സിൻ്റെ അടക്കം ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും ഒരു തുമ്പ് അവർ കണ്ടുപിടിച്ചിട്ടില്ല. ഗോവയിൽ പോയവർക്കൊക്കെ അറിയാം, ഗോവൻ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റപ്പാണ് അവിടെ. എന്താണെങ്കിലും സ്റ്റേറ്റ് ഇടപെടണം, പിണറായി വിജയൻ സാർ ഇടപെടണം. ഇതിലൊരു പയ്യനെ തല്ലിക്കൊന്നതാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണ്ടേ? ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിച്ചേ പറ്റും.